ഹായ് മക്കളെ, പ്രദീപ് സാറാണ്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് 10ാം ക്ലാസ്സിലെ ഫിസിക്സിലെ 7ാമത്തെ ചാപ്റ്ററായ എനർജി മാനേജ്മെന്റ്, ഊർജ്ജ പരിപാലനം. നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഫൈനൽ എക്സാമുകൾക്കൊക്കെ ഒരു 4 മാർക്ക് 5 മാർക്ക് ആ ലെവലിലെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദ്യം വന്നിട്ടുള്ളൂ. എന്നാലും നമുക്ക് എന്ത് ചെയ്യണം, ആ മാർക്ക് ഇത്തിരി ഇമ്പോർട്ടൻസ് ആണ്. അപ്പൊ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ വീഡിയോയിൽ സെറ്റ് ആക്കി തരികയാണ്. അപ്പൊ കൂടെ നിൽക്കുക. ഉള്ള കാര്യം തിയറിയാണ്, ഫുൾ തിയറി പോർഷൻസ് ആണ്. അപ്പൊ നമുക്ക് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് കംപ്ലീറ്റ് കമ്പഷൻ, പൂർണ്ണ ജ്വലനത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം. എന്താണ് കംപ്ലീറ്റ് കമ്പഷൻ? അതായത് കമ്പഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിജന്റെ പ്രസൻസിൽ കത്തുക എന്നുള്ളതാണ് കമ്പഷൻ അല്ലെങ്കിൽ ജ്വലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ആവശ്യത്തിന് കത്താൻ ആവശ്യമായുള്ള വസ്തുക്കളും അതിനുള്ള ഓക്സിജന്റെ അളവും കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് പറയാം, കംപ്ലീറ്റ് കമ്പഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ കംപ്ലീറ്റ് കമ്പഷന്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കറക്റ്റായിട്ട് കത്തുകയും കറക്റ്റ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല? കാർബൺ മോണോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, കാർബൺ ഡൈ ഓക്സൈഡ്. അത്യാവശ്യം പൊല്യൂഷൻ ഇല്ല. ഓക്കെ, മോർ ഹീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ചോദ്യം വരാവുന്നതാണ്, എന്താണ് കംപ്ലീറ്റ് കമ്പഷനും അതിന്റെ ഫീച്ചേഴ്സ് എന്താണെന്നുള്ള ചോദ്യം പരീക്ഷയ്ക്ക് വരാം. ഇനി എന്തൊക്കെ കണ്ടീഷൻസ് ആണ് കംപ്ലീറ്റ് കമ്പഷന് വേണ്ടത്? ഒന്ന്, സോളിഡ് ഫ്യൂവൽസ്, അതായത് കത്താൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ എന്തായിരിക്കണം, ഡ്രൈ ആയിരിക്കണം. ഓക്കെ, ഇപ്പൊ നനഞ്ഞിരിക്കുകയാണെങ്കിൽ അവിടെ നടക്കുന്നത് കംപ്ലീറ്റ് ആയിരിക്കില്ല, പാർഷ്യൽ ആയിരിക്കും, ഭാഗിക ജ്വലനമായിരിക്കും. ഇനി എന്താണ്, ഷുഡ് റീച്ച് ദി ഇഗ്നീഷൻ ടെമ്പറേച്ചർ. ഇഗ്നീഷൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അത് കത്താൻ ആവശ്യമായുള്ള ചൂട് തന്നെ കിട്ടണം. ഇല്ല എങ്കിൽ അത് നനഞ്ഞിരിക്കുകയാണെങ്കിൽ കുറച്ച് സമയം എടുത്തായിരിക്കും കത്തുന്നത്. അപ്പൊ ആ സമയത്ത് പുകയൊക്കെ കൂടുതലായിരിക്കും അല്ലെ, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടാവും അല്ലെ. ഇനി അവൈലബിലിറ്റി ഓഫ് ഓക്സിജൻ ഷുഡ് ബി ഹൈ. ഓക്സിജന്റെ അളവ് കറക്റ്റ് കിട്ടണം. ഇനി ഓക്സിജന്റെ അളവ് കറക്റ്റ് കിട്ടിയില്ല എങ്കിൽ ആ സമയത്ത് എല്ലാ മെറ്റീരിയൽ, നമ്മളിപ്പോൾ വുഡൊക്കെ എടുത്തു കഴിഞ്ഞാൽ മെയിൻ കാർബൺ ആണ് അല്ലെ. അപ്പൊ കാർബൺ ഓക്സിജന്റെ കുറച്ചളവ് കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കിട്ടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് മാറി കാർബൺ മോണോക്സൈഡ് ആയിട്ട് മാറും. അപ്പൊ എന്താണ്, സർഫസ് ഏരിയ ഓഫ് ദി ഫ്യൂവൽ വിച്ച് കം ഇൻ കോണ്ടാക്ട് വിത്ത് ദി ഓക്സിജൻ ഷുഡ് ബി എന്തായിരിക്കണം, ഏരിയ കൂടുതലായിരിക്കും. ഇപ്പൊ ചുരുട്ടിയ പേപ്പർ ആണെങ്കിൽ അവിടെ കത്തൽ കുറവായിരിക്കും. അപ്പൊ പേപ്പർ നിവർത്തി വെച്ചാൽ മാത്രമാണ് അവിടെ കംപ്ലീറ്റ് ആയിട്ട് കമ്പഷൻ നടക്കുള്ളൂ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ എന്തുണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഓക്കെ, ഇത് നോക്കി വച്ചിരിക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് പറയാൻ പോണത് എന്താണ് റീസൺ ഫോർ പാർഷ്യൽ കമ്പഷൻ. ഇതിന് നേരത്തെ പഠിച്ച പോലെ തന്നെ ഓപ്പോസിറ്റ് കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്താൽ മതി. എന്താണ്, ഫ്യൂവൽ ഈസ് നോട്ട് ഡ്രൈ, നനവുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യില്ല, കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്പഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇൻസഫിഷ്യന്റ് ഓഫ് ഓക്സിജൻ, അതായത് ഓക്സിജന്റെ ലഭ്യത അവിടെ കറക്റ്റ് ആണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് കത്തി കറക്റ്റ് പ്രൊഡക്റ്റ് കിട്ടും. പക്ഷെ ഇവിടെ എന്തില്ല, ഓക്സിജന്റെ പ്രസൻസ് എന്താണ്, കുറവാണ് അല്ലെ. അപ്പൊ ലെസ് സർഫസ് ഏരിയ, അതിന്റെ ഓപ്പോസിറ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പൊ എവിടെയാണ് പൊല്യൂഷൻ കൂടുതൽ? പാർഷ്യൽ കമ്പഷനിലാണ്. എവിടെയാ സ്മോക്ക് കൂടുതൽ? പാർഷ്യൽ കമ്പഷനിലാണ്. എവിടെയാണ് കാർബൺ മോണോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യണത്? അതും പാർഷ്യൽ കമ്പഷൻ അല്ലെങ്കിൽ ഭാഗിക ജ്വലനത്തിലാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. അപ്പൊ എന്തൊക്കെയാണ്? പൈസ നഷ്ടം അല്ലെ, ഫ്യൂവൽ വെറുതെ കത്തിപ്പോവുകയാണ്, എനർജി വേസ്റ്റേജ്, ആ കത്തുന്ന സമയം വെറുതെ നഷ്ടമായി കൊണ്ടിരിക്കുകയാണ്, ടൈം വേസ്റ്റേജ്, കൂടാതെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് കാർബൺ മോണോക്സൈഡ്. ഈ കാർബൺ മോണോക്സൈഡ് എന്നൊക്കെ പറഞ്ഞു. എന്തുകൊണ്ടാണ് കാർബൺ മോണോക്സൈഡ് പൊല്യൂഷൻ എന്ന് പറയാൻ കാരണം, മക്കൾ ഇത് ശ്വസിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓക്സിജനുമായിട്ട് അവർ എന്ത് ചെയ്യും, മിക്സ് ആവും. അങ്ങനെ മിക്സ് ആയി കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, കാർബോക്സി ഹീമോഗ്ലോബിൻ. അതായത് അവർ സ്റ്റക്കായിട്ട് നിൽക്കും. പിന്നെ നമ്മുടെ ഈ ബ്ലഡ് എന്ന് പറഞ്ഞാൽ ഓക്സിജനെ ക്യാരി ചെയ്യുന്ന ആളാണ് അല്ലെ. അപ്പൊ ഈ ബ്ലഡ് സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ പിന്നെ ഓക്സിജൻ എല്ലായിടത്തും എത്തോ ഇല്ല, സഡൻ ഡെത്ത് ആണ്. അപ്പൊ കാർബൺ മോണോക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, പോയിസണസ് ആണ്. അതുകൊണ്ടാണ് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ എന്ന് പറയുന്നത് എവിടെയാ, നമ്മുടെ പാർഷ്യൽ കമ്പഷനിൽ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് പഠിക്കാനുള്ള ടോപ്പിക്. ഇനി ഡിഫറെന്റ് ഫോംസ് ഓഫ് കോൾ. ഇതിലൊരു ചോദ്യം വന്നേക്കണ ഇങ്ങനെയല്ല, ഫോംസുകളൊന്നും നോക്കി വെച്ചേക്കാം. എന്തിന്റെ എമൗണ്ട് ഓഫ് കാർബണിന്റെ ഓർഡറിൽ പീറ്റ്, ലിഗ്നൈറ്റ്, ആന്ത്രാസൈറ്റ്, ബിറ്റുമിനസ്, പെർസെൻറ്റേജിന്റെ അളവിന്റെ അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, കോളിനെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ആ ഓർഡർ നോക്കി വെച്ചേക്കാം. ഇനി എക്സാമിന് ചോദിച്ചേക്കുന്ന ഒരു ചോദ്യമാണ് which are the product obtained by the distillation of coal in the absence of air. അതായത് വായുവിന്റെ അസാന്നിധ്യത്തിൽ സ്വേദനം ചെയ്യുമ്പോൾ ലഭിക്കുന്ന പദാർത്ഥങ്ങൾ, കൽക്കരിയെ നോക്കി വെച്ചോ. എക്സാമിന് 1 മാർക്കിന് ചോദ്യം വന്നിട്ടുണ്ട്. അതേതൊക്കെയാണ്? അമോണിയ, കോൾ ഗ്യാസ്, കോൾട്ട, കോക്ക്.
നോക്കി വെച്ചോട്ടാ. അപ്പൊ എക്സാമിന് ഒരു പ്രാവശ്യം ചോദ്യം, ഒരു പ്രാവശ്യമല്ല ഒന്നിൽ കൂടുതൽ തവണ എന്ത് ചെയ്യുന്നുണ്ട്, എക്സാമുകൾക്ക് ഈ ഒരു ടോപ്പിക്ക് ചോദ്യം വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഒരു ബോക്സ് ഒക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. എന്തൊക്കെയാണ്? യെസ്, CNG, LNG, LPG. ഇതിൽ 2 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. അതിലെ കണ്ടന്റും പഠിച്ചു വെക്കുക. പിന്നെ LPGയിലെ മെയിൻ ഒരാളുണ്ട്, സ്മെല്ല് ഉണ്ടാവാനുള്ള റീസൺ, അയാളുടെ പേരും പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, അപ്പൊ CNG എന്ന് പറഞ്ഞാൽ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണെങ്കിൽ, LNG എന്ന് പറഞ്ഞാൽ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്, LPG എന്ന് പറഞ്ഞാൽ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്ന് പറയും. അപ്പൊ അതിലെ ഫസ്റ്റ് മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ പഠിക്കേണ്ട കാര്യം, യെസ്, എന്താണ്? രണ്ടിന്റെയും CNGയിലെയും LNGയിലെയും മെയിൻ കണ്ടന്റ് മീഥേൻ ആണെങ്കിൽ, LPGയിലെ മെയിൻ കണ്ടന്റ് യെസ് എന്താണ്? ബ്യൂട്ടൻ അല്ലെങ്കിൽ പ്രൊപ്പൈൻ എന്ന് പറയാറുണ്ട്. അപ്പൊ മെയിൻ കണ്ടന്റ് പഠിച്ചു വെച്ചോളാം. അപ്പൊ LPG എല്ലാം ട്രാൻസ്പോർട്ട് ഒക്കെ ചെയ്യാൻ EC2 ട്രാൻസ്പോർട്ട് ആണ്, LNG EC2 ട്രാൻസ്പോർട്ട് ആണ്. പക്ഷെ CNG എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ട് ടു ട്രാൻസ്പോർട്ട് ടു ഡിസ്റ്റന്റ് പ്ലേസ് ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു കമ്പാരിസൺ ഒക്കെ പഠിച്ചു വെക്കുക. പിന്നെ അത് കൂടാതെ നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യമാണ്, ഈ LPG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീക്കായി കഴിഞ്ഞാൽ എന്താണ്? ശരിക്കും സ്മെല്ലില്ല. പിന്നെ എങ്ങനെ നമ്മുടെ വീടുകളിലെ സ്മെല്ല്? യെസ്, ഡൊമസ്റ്റിക് ആയിട്ട് ഉപയോഗിക്കുന്ന LPGയിൽ എന്തുണ്ട്? സ്മെല്ലിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അതാരാണ്? ഈഥൈൽ മെർക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ലീക്കേജിനെ തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രസൻസ് ഉള്ള ഒരു ബോഡിയാണ് എന്ന് പറഞ്ഞാൽ ഈഥൈൽ മെർക്യാപ്റ്റൻ എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചോളണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോണത് എക്സ്പയറി ഡേറ്റ് ആണ്. ഏത്? LPGയിലെ നമ്മൾ കണ്ടിരിക്കുന്ന ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അതായത് യെസ്, C25 എന്നാണ് പറയുന്നത്. C25 അതായത് ഒരു നമ്പറും അതിനുശേഷം 2 ഫോളോയിങ് 2 ഡിജിറ്റ് നമ്പറും കൂടെ വരാറുണ്ട്. അതിൽ AB മെയിൻ ആയിട്ട് ABCD ആണ് പറയുന്നത്. ABCD എന്ന് റെപ്രസെന്റ് ചെയ്യണത് മന്തിനെയാണ്. അതിൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച് എയും, യെസ്, ഏപ്രിൽ, മെയ്, ജൂൺ, പിന്നെ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഓഗസ്റ്റ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, ഒക്ടോബർ, നവംബർ, ഡിസംബർ എന്നീ മാസങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? D ആയിട്ടും റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ ഓരോരോ 3 മാസങ്ങളെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ABCD എന്ന് റെപ്രസെന്റ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്ന് പറയുന്നത് A എന്നും, ഏപ്രിൽ, മെയ്, ജൂൺ എന്ന് പറയുന്നത് B എന്നും, പിന്നെ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ എന്ന് പറയുന്നത് C എന്നും, ഒക്ടോബർ, നവംബർ, ഡിസംബർ എന്ന് പറയുന്നത് എന്തായിട്ട് സൂചിപ്പിക്കുന്നു? D യുമായിട്ട് എന്ത് ചെയ്യുന്നു? സൂചിപ്പിക്കുന്നു. അപ്പൊ C എന്ന് പറഞ്ഞാൽ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ജൂലൈ തുടങ്ങി സെപ്റ്റംബർ വരെയുള്ള ഒരു ഇതാണ്. 25 എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റിംഗ് 2025, അതാണ് മാസം, അതാണ് വർഷം. ഇനി 24 എന്ന് പറഞ്ഞാലോ അതിനെ സൂചിപ്പിക്കുന്നത് 2024 എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവസാനത്തെ ആ 2 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് ഇയറിനെ സൂചിപ്പിക്കുന്നു. ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് അതിനെ മന്തിന്റെ ആ ഒരു ഏജിനെ, ലിമിറ്റിനെയും എന്ത് ചെയ്യുന്നു? സൂചിപ്പിക്കുന്നു. ഇതാണ് എക്സ്പയറി ഡേറ്റ്. അപ്പൊ ഇനി ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിക്വേഷൻസ് ആണ്. എന്തെല്ലാം പ്രിക്വേഷൻസ് ആണ് LPG ലീക്കേജിനെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത്? അതായത് ഒന്നാമത്തെ കേസ്, യെസ്, എക്സാമിന്റെ റബ്ബർ ട്യൂബ് അറ്റ് റെഗുലർ ഇന്റർവെൽസ് ഓഫ് ടൈം. അതായത് നമ്മൾ എന്ത് ചെയ്യണം? ആ റബ്ബർ ട്യൂബ് എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യണം. അവിടെ എന്തെങ്കിലും ലീക്ക് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുണ്ടോ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും ചെക്ക് ചെയ്തേ പറ്റുള്ളൂ. ചെക്ക് വെദർ ദി റെഗുലേറ്റർ ഈസ് ഫിക്സഡ് പ്രോപ്പർലി. ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യാറില്ല? റെഗുലേറ്റർ നമ്മൾ അമർത്തി വെക്കാറില്ല. ആ സമയത്തും എന്ത് ചെയ്യാൻ? ലീക്കേജ് വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ? ഇനി ടേൺ ഓൺ ദ നോബ്, അതായത് നോബ് എപ്പോഴും എന്ത് ചെയ്ത് വെക്കണം? നമ്മൾ ഓഫ് ആക്കി വിട്ടണം. ആവശ്യം കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? ഓഫ് ആക്കി വച്ചില്ല എങ്കിൽ ലീക്കേജ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെ ലീക്കേജ് വന്നു കഴിഞ്ഞാൽ യെസ്, ഡെൻസിറ്റി എന്താണ്? സാന്ദ്രത എന്താണ്? കൂടുതലാണ്. യെസ്, LPG തങ്ങി നിൽക്കും. അപ്പൊ നമ്മൾ അതിന് എന്ത് ചെയ്യണം? തുറന്നിടണം. ഇല്ല എങ്കിൽ എവിടെങ്കിലും ചെറിയൊരു സ്പാർക്ക് ഉണ്ടായാൽ പോലും എന്ത് ചെയ്യും? യെസ്, ബിലേവ് എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ട് അല്ലെ? ബോയിലിംഗ്, ലിക്വിഡ്, എക്സ്പാൻഡിങ്, വേപ്പർ എക്സ്പ്ലോഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. അതായത് ഇതിനെ എക്സ്പാൻഡ് ചെയ്യും ആദ്യം. ആ ചൂട് എവിടെയെങ്കിലും സ്പാർക്ക് ഉണ്ടെങ്കിൽ, അത് ചൂടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ LPG എന്ന് പറയുന്ന ഒരു ലിക്വിഡ് സ്റ്റേറ്റിൽ നമ്മൾ എന്ത് ചെയ്യണത്? അതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നത് ഗ്യാസ് ആണ് ശരിക്കും, പക്ഷെ ലിക്വിഡിനെ ആക്കി കംപ്രസ് ചെയ്ത് വെക്കും. എന്തുകൊണ്ടാണ്? അതായത് ഒരുപാട് ദൂരം സഞ്ചരിക്കാനായിട്ടും ഒരുപാട് വോളിയം ഉൾക്കൊള്ളിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ കംപ്രസ് ചെയ്യുന്നു. അപ്പോൾ എവിടെയും ലീക്കേജ് വന്നു കഴിഞ്ഞാൽ ആ ലിക്വിഡ് എന്ത് ചെയ്യും? ആദ്യം ചൂട് വലിച്ചെടുത്ത് എക്സ്പാൻഡ് ആവും. എക്സ്പാൻഡ് ആയതിനു ശേഷം പിന്നെ വേപ്പർ ആവും. വേപ്പറിന് ശേഷം അത് എന്ത് ചെയ്യും? യെസ്, എക്സ്പ്ലോഷൻ സംഭവിക്കും. ആ ഒരു ടോപ്പിക്ക് നോക്കി വെച്ചേക്കാം കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യണം? യെസ്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്? അത് നമ്മൾ എപ്പോൾ തന്നെ എന്ത് ചെയ്യുക? ഒരു നനഞ്ഞ തുണി വെച്ച് നമ്മൾ എന്ത് ചെയ്യുക? അത് വെച്ച് മൂടുക. പിന്നെ വാതിലുകളും ഇതെല്ലാം ജനലുകളും എന്ത് ചെയ്യുക? തുറന്നു വെക്കുക.
പിന്നെ മെയിൻ സ്വിച്ച് എന്ത് ചെയ്യുക, ഓഫ് ചെയ്ത് വെക്കുക. ഇനി ആ ലീക്കേജ് ഉള്ള സിലിണ്ടറിനെ പുറത്തേക്ക് ഇട്ട് വെക്കുക. ഇൻ കേസ് അവിടെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, പൊട്ടിത്തെറി വന്നു കഴിഞ്ഞാൽ അതൊന്ന് കുറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, അതിനപ്പം തന്നെ പുറത്തേക്ക് ഇട്ട് വെക്കുക. അപ്പോൾ സേഫ്റ്റി കുറച്ചുകൂടെ കൂടും. ഓക്കെ ആണല്ലോ, നോട്ട് ചെയ്ത് വച്ചേക്കണം, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഇനി അടുത്ത് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, കലോറിഫിക് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോഗ്രാം ഫ്യൂവല് കത്തിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ എത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിനെ വിളിക്കുന്ന പേരാണ് മക്കളെ കലോറിഫിക് വാല്യൂ. ഓക്കെ, അപ്പൊ യൂണിറ്റ് ആദ്യം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിഞ്ഞിരിക്കാം 1 കിലോഗ്രാം കത്തിച്ചു കഴിഞ്ഞാൽ എത്ര കിലോ ജൂൾസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹീറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു ടേമിനെ വിളിക്കുന്ന പേരാണ് മക്കളെ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ കലോറിഫിക് വാല്യൂ ഏറ്റവും കൂടുതൽ ഹൈഡ്രജൻ ആണ്. പക്ഷേ ഹൈഡ്രജൻ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഫ്യൂവൽ അല്ല. ബിക്കോസ് ഹൈഡ്രജന് ഇൻഫ്ലേമബിൾ ആണ്, എളുപ്പത്തിൽ തീ പിടിക്കാനുള്ള ടെൻഡൻസി ഹൈഡ്രജന് കൂടുതലാണ്, എക്സ്പ്ലോസീവ് ആണ്, സ്ഫോടക സ്വഭാവമുള്ളതാണ് ആര്, നമ്മുടെ ഹൈഡ്രജൻ. ഡിഫിക്കൽട്ട് ടു സ്റ്റോർ ആൻഡ് ട്രാൻസ്പോർട്ട്, അതായത് നമ്മൾ സാധാരണ പെട്രോളും ഡീസലും നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് കുഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ട് ചെയ്തിട്ടാണ് ഒരു സ്ഥലത്തേക്ക് എത്തിക്കേണ്ടത് എന്ന് പറഞ്ഞത് പോലെ ഹൈഡ്രജൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രാൻസ്പോർട്ട് ചെയ്യാനോ സ്റ്റോർ ചെയ്യാനോ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമുള്ളത് കൊണ്ട് ഹൈഡ്രജനെ നമ്മൾ എന്ത് ചെയ്യില്ല, കോമൺ ഫ്യൂവൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല, യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഹൈഡ്രജൻ നല്ല ഫ്യൂവലാണ്. 2 കാര്യങ്ങൾ കൊണ്ട് ഹൈഡ്രജൻ നല്ലൊരു ഫ്യൂവലാണ്. ഗുഡ് ഫ്യൂവൽ ആണെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നല്ലൊരു ഫ്യൂവലാണ്. 2 കാര്യങ്ങളാണ്. ഒന്ന്, കലോറിഫിക് വാല്യൂ കൂടുതലാണ്. രണ്ടാമത്തെ കേസ് ലെസ് പൊല്യൂഷൻ ആണ്. എന്തുകൊണ്ട് ലെസ് പൊല്യൂഷൻ എന്ന് വിളിക്കാൻ കാരണം, പൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പറഞ്ഞു കാർബൺ കത്തിച്ച് കഴിഞ്ഞാലാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നത് അല്ലെ. എല്ലാ ഫോസിൽ ഫ്യൂവലിലും മെയിൻ ആയിട്ടുള്ള ഘടകം എന്ന് പറഞ്ഞാൽ കാർബൺ ആണ്. ആ കാർബൺ കത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഹൈഡ്രജൻ ബേൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ H2+O2 ഗീവ്സ് H2O ആണ് എന്ന് പറഞ്ഞാൽ സ്റ്റീമാണ്, വാട്ടർ വേപ്പർ ആണ്. അത് പൊല്യൂഷൻ ആണോ? അല്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്തോണം, നോട്ട് ചെയ്ത് വെച്ചോളണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ സ്റ്റേഷൻ ആണ് അല്ലെ. പവർ സ്റ്റേഷൻ ആർ ദി സെന്റേഴ്സ് വിച്ച് പ്രൊഡ്യൂസ് ലാർജ് എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി ഫോർ ദ പർപ്പസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. കാണാതെ പഠിക്കേണ്ട കാര്യമില്ല ഇതിൽ. ഓക്കെ, അപ്പൊ നമുക്കിതിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ പവർ സ്റ്റേഷൻ ആണ് മെയിൻ ആയിട്ടുള്ളതും വേണമെങ്കിൽ അവരുടെ സ്ഥലങ്ങളും ഒന്ന് നോക്കി വെച്ചോ. ഒരു പ്രാവശ്യം എക്സാമുകൾ ചോദിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ്, കൽപ്പാക്കം അങ്ങനെ ഓരോ സ്ഥലങ്ങൾ വന്നിട്ട് ഏത് പവർ സ്റ്റേഷൻ ആണെന്നുള്ള ഓഡ് 1 ഔട്ട് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട് നോക്കി വെച്ചേക്കാം കേട്ടോ. അപ്പൊ അതിൽ ഫസ്റ്റ് 1 ആണ് എന്ത് പറയുന്നത്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. യെസ്, എന്താണ് പറയേണ്ടത്, മെയിൻ ആയിട്ട് ഡാമുകൾ എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ. യെസ്, ഡാം എന്ന് പറയുമ്പോൾ നമുക്കറിയാം വെള്ളം സൂക്ഷിച്ചു വെക്കുന്നത് അല്ലെ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു റിസർവോയർ, അതിനെയാണ് ആ ഒരു കൺസ്ട്രക്ഷൻ വിളിക്കുന്ന പേരാണ് മക്കളെ ഡാം. ഡാം ആർച്ച് ആണെങ്കിൽ അല്ലെങ്കിൽ വളച്ചു വെച്ചേക്കുകയാണെങ്കിൽ ആർച്ച് ഡാം എന്ന് പറയും. ആ ഒരു മതില് പോലെയാണ് ആക്ട് ചെയ്യുന്നത് ഡാം. ആ ഡാമിൽ വെള്ളം സൂക്ഷിക്കുന്നു, അതാണ് റിസർവോയർ. അപ്പൊ വെള്ളത്തിന്റെ ലെവൽ എന്ത് ചെയ്യുന്നു, നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ 140 സെന്റിമീറ്റർ എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അപ്പൊ ഹൈറ്റ് കാരണമുള്ള എനർജി എന്ന് പറഞ്ഞാൽ മക്കളെ പൊട്ടൻഷ്യൽ എനർജിയാണ്, സ്ഥിതികോർജ്ജമാണ്. യെസ്, പിന്നെന്താ നമ്മൾ എന്ത് ചെയ്യണേ, പവർ സ്റ്റേഷൻ അവിടെ അല്ലായിരിക്കും, കുറച്ചങ്ങോട്ട് ദൂരെ ആയിരിക്കും. അപ്പൊ ആ വെള്ളം നമ്മൾ എന്ത് ചെയ്യണം, യെസ്, നമ്മളൊരു പൈപ്പ് വഴി പുറത്തേക്ക് എടുക്കുന്നു. അങ്ങനെ പൈപ്പ് വഴി പുറത്തേക്ക് എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, പൊട്ടൻഷ്യൽ എനർജി എന്തായിട്ട് മാറുന്നു, കൈനറ്റിക് എനർജി, ഗതികോർജ്ജമായിട്ട് മാറുന്നു. യെസ്, നേരെ ചെന്ന് ടർബൈൻ എന്ന് പറയുന്ന ആളുണ്ടാവും. ആ ടർബൈനിൽ ചെന്ന് ഇടിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, അവിടെ കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നു. ഇതാണ് നമ്മുടെ പൈപ്പെങ്കിൽ നല്ല രീതിയിൽ നല്ല ഫോഴ്സിൽ പൈപ്പ് വരുന്നു, ഇവിടെ ചെല്ലുന്നു. ഇവിടെ ടർബൈൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പണ്ടൊക്കെ നമ്മൾ പാടത്തൊക്കെ കണ്ടിട്ടില്ലേ, ആ പാടത്തിൻ്റെ ഷേപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് വെക്കുന്നു, ചെന്നിടിക്കുന്നു. ഈ ടർബൈൻ എന്ത് ചെയ്യുന്നു, ടർബൈൻ കിടന്ന് കറങ്ങുന്നു. അപ്പൊ ടർബൈൻ കിടന്ന് കറങ്ങുമ്പോൾ എന്ത് ഊർജ്ജമാണ് അവിടെ ഉണ്ടാവുന്നത്, നല്ല സ്പീഡിൽ വരുന്ന വെള്ളം ഗതികോർജ്ജത്തിനെ കൺവേർട്ട് ചെയ്ത് മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറുന്നു, യാന്ത്രികോർജ്ജമായിട്ട് മാറുന്നു. തൊട്ടു പുറകെ ആ യാന്ത്രികോർജ്ജം വേണ്ട ഒരാളുണ്ട്, ആരാണത്, ജനറേറ്റർ ആണ്. അപ്പൊ ആ ജനറേറ്റർ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു മക്കളെ, വൈദ്യുതോർജ്ജം, ഇലക്ട്രിക്കൽ എനർജി. 3ാമത്തെ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. മെക്കാനിക്കൽ എനർജി കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഏതൊരു പവർ സ്റ്റേഷനിലും ഈ 2 കാര്യങ്ങളും മെയിൻ ആയിട്ടുണ്ട്. ഏത്,
മെക്കാനിക്കലും ഇലക്ട്രിക്കലും മെയിൻ ആയിട്ടുണ്ട്. ബാക്കിയുള്ള ഇൻപുട്ടിലും സ്റ്റാർട്ടിങ്ങും മാത്രമാണ് വ്യത്യാസമുള്ളത്. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണെന്നുള്ള കേസിൽ നോക്കി വെച്ചേക്കാം. പള്ളിവാസല്, മൂലമറ്റം, അല്ലാണ്ട് ഇടുക്കി ഡാം ഒന്നും എഴുതി വെക്കരുത്. ഏതൊക്കെയാണ്? പള്ളിവാസല്, മൂലമറ്റം, ഇതൊക്കെയാണെന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഇനിയുള്ളതാണ് തെർമൽ പവർ സ്റ്റേഷൻ. അതായത് തെർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചൂടാണല്ലേ. അപ്പൊ കോള്, കൽക്കരി, അങ്ങനെയുള്ള ലിഗ്നൈറ്റ് എല്ലാം കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? കത്തിക്കുന്നു, ചൂടാക്കുന്നു. അപ്പൊ ഇതെല്ലാം കെമിക്കൽ ആണല്ലേ. കെമിക്കൽ എനർജിയെ ചൂടാക്കുമ്പോൾ എന്തായിട്ട് മാറുന്നു? താപോർജം, ഹീറ്റ് എനർജി ആയിട്ട് മാറുന്നു. ആ ഹീറ്റ് എനർജി ഉപയോഗിച്ച് നമ്മൾ എന്താ ചെയ്യുന്ന അറിയാമോ? കുറച്ച് വെള്ളം എടുക്കും. എന്താ ചെയ്യണം? അപ്പൊ നല്ല ചൂട് കൊടുക്കുമ്പോൾ ആ നല്ല ഇതിലൂടെ വെള്ളം എന്തായിട്ട് മാറും? സ്റ്റീം ആയിട്ട് മാറും. ആ നല്ല സ്റ്റീം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പൈപ്പിൽ കൂടെ ട്രാപ്പ് ചെയ്ത് പുറത്തേക്ക് എടുക്കുന്നു. നേരെ കൊണ്ടേ ടർബൈൻ കൊണ്ടേ കറക്കുന്നു. ഓക്കെ ആണോ? എന്ന് പറഞ്ഞാൽ ചെറിയ ടർബൈൻ അല്ല, നല്ല പവറും നല്ല ഹീറ്റിനെ താങ്ങി നിർത്താനുള്ള പവർ, നല്ല ടർബൈൻസ് ആയിരിക്കും അവിടെ സൂക്ഷിക്കണേ. അപ്പൊ ആ ടർബൈൻ കിടന്ന് എന്ത് ചെയ്യും മക്കളെ? കറങ്ങും. ആലോചിച്ചോ? കറങ്ങുമ്പോൾ എന്ത് ഊർജം? മെക്കാനിക്കൽ എനർജി. മെക്കാനിക്കൽ എനർജി യാന്ത്രികോർജമായിട്ട് മാറുകയും ഈ യാന്ത്രികോർജത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? പിന്നീട് ജനറേറ്റർ വഴി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റുന്നു. നോക്കി വെച്ചേക്കണം. ഏതൊക്കെ സ്ഥലങ്ങള്? നെയ്വേലി, കായംകുളം, കുറച്ച് സ്ഥലങ്ങളൊക്കെ നോക്കി വെച്ചേക്കാം കേട്ടോ. അപ്പൊ സ്ഥലങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ചോദ്യം വന്നിട്ടുണ്ട്. ഇനിയുള്ളതാണ് എന്ത് പറയണത്? ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ. ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിൽ നിന്നും കിട്ടുന്ന ഊർജ്ജങ്ങളുണ്ട്. 2 ടൈപ്പ് ഉണ്ട് മെയിനായിട്ട്. നമുക്ക് ലാസ്റ്റ് പഠിക്കാനുണ്ട്. ന്യൂക്ലിയർ ഫിഷൻ എന്നും ന്യൂക്ലിയർ ഫ്യൂഷൻ എന്നും. അപ്പൊ ന്യൂക്ലിയർ ഫിഷൻ വഴി എന്താ കിട്ടേണ്ടത്? ന്യൂക്ലിയർ എനർജി കിട്ടുന്നു. നല്ല ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജിയാണ് കിട്ടേണ്ടത്. അപ്പൊ അതിൽ നിന്ന് പുറത്തോട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്? ഹീറ്റാണ്, താപമാണ്. ആ താപത്തിൽ നിന്നും എഗെയിൻ വെള്ളത്തെ ചൂടാക്കി വെള്ളം എന്തായിട്ട് മാറുന്നു? സ്റ്റീമായിട്ട് മാറുന്നു. ആ സ്റ്റീമിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നേരെ കൊണ്ട് ടർബൈനിൽ കൊണ്ട് ഹൈ സ്പീഡിലേക്ക് ഡിപ്പിക്കുന്നു. ടർബൈൻ കടന്ന് എന്ത് ചെയ്യുന്നു? കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ വിചാരിക്കണ്ടാവും അത് ഉരുകി പോകൂലേന്ന്. അതെന്ന് പറഞ്ഞാൽ സ്റ്റീം ടർബൈൻസാ. അതായത് സ്റ്റീമിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ടർബൈൻസ്, ഹൈ മേഡ് സ്റ്റീം. അതായത് നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ചൂടിനെ താങ്ങി നിർത്താനുള്ള മെറ്റീരിയൽസ് ആയിരിക്കും അവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ ആ സ്റ്റീം ടർബൈൻ എന്ത് ചെയ്യും? കിടന്ന് കറങ്ങുന്നു. കറങ്ങുമ്പോൾ എന്ത് എനർജിയാണ്? മെക്കാനിക്കൽ എനർജി. ദെൻ അതെന്ത് ചെയ്യുന്നു? നമ്മൾ ജനറേറ്ററിൽ നിന്ന് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്? എല്ലാത്തിലും കോമൺ ആയിട്ട് അവസാനിക്കുന്നത് ഇലക്ട്രിക്കൽ എനർജി, തൊട്ടു മുന്നുള്ളത് മെക്കാനിക്കൽ. ബാക്കി എല്ലാത്തിനും സ്റ്റാർട്ടിങ് ഫോമുകളെല്ലാം മാറുന്നുള്ളൂ. അപ്പൊ ആ സ്ഥലങ്ങളും എന്ത് ചെയ്ത് വെച്ചേക്കുക? നോട്ട് ചെയ്ത് വെച്ചേക്കുക. താരാപൂര്, കൽപ്പാക്കം, കോട്ട, കൂടംകുളം. അപ്പൊ ഈ സ്ഥലങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചാൽ എന്തായിരിക്കും? എക്സാമിൽ 1 മാർക്കുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എഴുതി വെക്കാം. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതൊക്കെയാണ് എന്ത് പറയുന്നത്? പവർ സ്റ്റേഷൻസ് എന്ന് പറയുന്നത്. ശ്രദ്ധിച്ച് പഠിച്ചോളണം, സെറ്റ് ആയിട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ന്യൂക്ലിയർ എനർജി എന്താ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ ന്യൂക്ലിയർ എനർജി ഉണ്ടാവാനുള്ള 2 സാഹചര്യങ്ങളാണ്. ഒന്ന് ന്യൂക്ലിയർ ഫിഷനും, 2 ന്യൂക്ലിയർ ഫ്യൂഷനും. സിമ്പിൾ ആയിട്ട് പഠിക്കാം. ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ കൂടിച്ചേരുക എന്നുള്ളതാണ്. അപ്പൊ ഫിഷൻ എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്യുക. സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ ചെറിയ ആള് പറ്റൂല, വലിയ ആറ്റംസ്, യുറാനിയം, തോറിയം, പ്ലൂട്ടോണിയം എന്നുള്ള ന്യൂക്ലിയർ എലമെന്റുകൾ ഉണ്ട്. ഹെവി ആറ്റോമിക് മാസ് ഉള്ള ആൾക്കാരാണ്. ഇവരെന്ത് ചെയ്യുന്നു? ഒരു ന്യൂട്രോൺ ചെന്ന് ഇടിക്കുന്നു. അതായത് ഒരു ഫാസ്റ്റ്, അതായത് ഇവരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിരിവിടുത്തോണ്ടിരിക്കും അല്ലെ. അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും ചെന്ന് ഇടിച്ചു കഴിഞ്ഞാൽ അവരുടെ ന്യൂക്ലിയസ് എന്ത് ചെയ്യും? ആ എനർജിയെ സ്വീകരിച്ച് പുറത്തോട്ട് പൊട്ടിത്തെറിക്കാൻ നോക്കും. നമ്മളെ ചെയിൻ റിയാക്ഷൻ പോലെ എന്ത് ചെയ്യുന്നു? അവരങ്ങോട്ട് പൊട്ടിത്തെറിക്കും. ആ പൊട്ടിത്തെറിക്കാനോടൊപ്പം തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് E=mc². ഐൻസ്റ്റീൻ വളരെ ഇമ്പോർട്ടന്റ് ഫോർമുലയാണ്. അപ്പൊ ചെറിയൊരു മാസ് മാറിക്കഴിഞ്ഞാലും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ എനർജി എന്ന് പറഞ്ഞാൽ ചെറിയ എനർജി അല്ല, ലൈറ്റിന്റെ ഏകദേശം നല്ല എമൗണ്ട് ഓഫ് എനർജി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ എനർജി ഓരോ സ്പ്ലിറ്റിങ്ങിലും ഓരോ എനർജിയും പുറത്തോട്ട് വരുന്നു. ഓക്കെ ആണോ? അപ്പൊ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞാൽ ഹെവിയർ ന്യൂക്ലിയസ്, ഭാരം കൂടി, ആറ്റോമിക് മാസ് കൂടിയ ആൾക്കാർ എന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റ് ചെയ്ത് ചെറിയ ചെറിയ ന്യൂക്ലിയസ് ആയിട്ട് മാറുകയും ഒപ്പം പുറത്തോട്ട് എന്ത് ചെയ്യുന്നു? എനർജി റിലീസ് ചെയ്യുന്നു. അപ്പൊ ഇവരെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത്. ഒരു ന്യൂട്രോൺ വന്നിടിക്കുന്നു. ആ ന്യൂട്രോൺ വന്നിടിക്കുന്നത് ചെന്ന് കയറുമ്പോൾ നശിപ്പിക്കാന്ന് പറയില്ലേ. അപ്പൊ അവരെന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്ത് ചെറിയ ചെറിയ ന്യൂക്ലിയസ് ആയിട്ട് മാറുകയും ഒപ്പം പുറത്തോട്ട് എനർജിയും റിലീസ് ചെയ്യുന്നു. അവരെന്ത് ചെയ്യുന്നു? അടുത്ത ആളെ പോയി ഇടിക്കുന്നു. അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ന്യൂട്രോൺ അടുത്ത ആളെ പോയി ഇടിക്കുന്നു. അങ്ങനെ ഇടിച്ച് ചെയിൻ റിയാക്ഷൻ പോലെ കൺട്രോൾ ചെയ്യാണ്ട് പറ്റുന്നു.
ഇതാണ് ന്യൂക്ലിയർ ഫിഷൻ. ഇതേ പ്രിൻസിപ്പിൾ, ഈ ഫിഷൻ എന്ന് പറയുന്ന ആളെ പ്രിൻസിപ്പിൾ ആയിട്ട് വയ്ക്കുന്ന ഒരു സംഭവം നമുക്കറിയാം, ഏതാണ്? ആറ്റം ബോംബ്. ആറ്റം ബോംബിന്റെ പ്രിൻസിപ്പിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂക്ലിയർ ഫിഷൻ എന്ന് വേണം എഴുതാനായിട്ട്. ഇനി ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെറിയ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ കമ്പൈൻ ചെയ്യുന്നു തൊട്ടടുത്തുള്ള ആരാ? കുറച്ച് ഹൈഡ്രജൻ ആറ്റങ്ങൾ കൂടിച്ചേർന്ന് തൊട്ടടുത്തുള്ള ആരാ? ഹീലിയം ആയിട്ട് മാറുന്നു. വെറുതെ കമ്പൈൻ ചെയ്യാൻ പറ്റില്ല, നല്ല എമൗണ്ട് ഓഫ് എനർജി ആദ്യമേ തന്നെ കൊടുക്കണം. വിചാരിക്കണ പോലെയല്ല. നടക്കണത് എവിടെയാണെന്ന് അറിയാമോ? അത് പറഞ്ഞ പെട്ടെന്ന് കിട്ടും. സൂര്യനിൽ മാത്രമല്ല, സ്റ്റാർസിൽ മേജർ എനർജി സോഴ്സ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. അപ്പൊ ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കണമെങ്കിൽ ആദ്യത്തെ കണ്ടീഷൻ എന്താ? ആ സണ്ണിന്റെ അത്രയെങ്കിലും ടെമ്പറേച്ചർ വേണം. അതാണ് ഇനീഷ്യൽ കണ്ടീഷൻ. അങ്ങനെ കമ്പൈൻ ചെയ്താൽ, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് അവർ എന്ത് ചെയ്യുള്ളൂ? ഈ ഹൈഡ്രജൻ കമ്പൈൻ ചെയ്ത് ഹീലിയം ആയിട്ട് മാറുള്ളൂ. പിന്നെ കിട്ടുന്ന എനർജിയാ ഈ ന്യൂക്ലിയർ ഫിഷനേക്കാളും ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജി നമുക്ക് എന്ത് ചെയ്യും? പുറത്തോട്ട് റിലീസ് ചെയ്യാൻ പറ്റും. അതാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. അപ്പൊ ലൈറ്റർ ന്യൂക്ലിയായി കമ്പൈൻ ചെയ്ത് ഹെവിയർ ന്യൂക്ലിയ ആയിട്ട് മാറുന്നു. അതാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. അപ്പൊ ഈ ന്യൂക്ലിയർ ഫ്യൂഷനിൽ എന്താണ് അതിന്റെ പ്രിൻസിപ്പിൾ? എന്ത് പ്രിൻസിപ്പിൾ? ഒരു സാധനം വർക്ക് ചെയ്യുന്നുണ്ട്, ഏതെന്ന് അറിയാമോ? ഹൈഡ്രജൻ ബോംബ്. അപ്പൊ ഈ ഹൈഡ്രജൻ ബോംബിന്റെ പ്രിൻസിപ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ മാറിപ്പോകരുത്, ന്യൂക്ലിയർ ഫ്യൂഷൻ. അപ്പൊ ഈ ന്യൂക്ലിയർ എനർജി ഉണ്ടാക്കാനുള്ള രണ്ട് സോഴ്സുകളാണ് എന്ത്? ന്യൂക്ലിയർ ഫിഷനും ന്യൂക്ലിയർ ഫ്യൂഷനും. ഏതാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ന്യൂക്ലിയർ എനർജി? നമ്മളെ പവർ സ്റ്റേഷനിൽ അത് ന്യൂക്ലിയർ ഫിഷൻ ആണ്. കാരണം ഈ ന്യൂക്ലിയർ ഫിഷനിൽ യുറാനിയം തോറിക്കപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാം? കുഴിച്ചെടുക്കാം, കുഴപ്പമില്ല. പക്ഷേ അത് കമ്പൈൻ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ആക്കാൻ പറ്റും. ഹൈഡ്രജൻ കുഴപ്പമില്ല അല്ലെ? യൂണിവേഴ്സിൽ ഏറ്റവും കൂടുതലുള്ളത് ഹൈഡ്രജൻ ആണെങ്കിലും, പക്ഷേ ഹൈഡ്രജൻ കമ്പൈൻ ചെയ്ത് ഹീലിയം ആക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ സണ്ണിന്റെ അത്രയും എന്ത് വേണം? എനർജി അവിടെ വേണം. അതുകൊണ്ട് ന്യൂക്ലിയർ ഫ്യൂഷൻ നമുക്കിവിടെ നടത്തിക്കാൻ പറ്റില്ല, ഭാവിയിൽ ചെയ്യാം. ഓക്കെ, അപ്പൊ ന്യൂക്ലിയർ ഫിഷനെ എന്ത് ചെയ്യുന്നു? കൺട്രോള് ചെയ്യുന്നു. ചെയിൻ റിയാക്ഷൻ നടന്ന പൊട്ടിത്തെറിക്കും. അപ്പൊ കൺട്രോള് ചെയ്ത് ആവശ്യമുള്ള ഹീറ്റിനെ മാത്രം എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് എടുക്കുന്നു. ബാക്കി അത് വേസ്റ്റ് ആയിട്ട് കളയുന്നു. ഓക്കെ അല്ലെ? ഭയങ്കര റേഡിയേഷനൊക്കെ കൂടി തരും. അങ്ങനെ എന്ത് ചെയ്യുന്നു? ആ ഹീറ്റ് ഉപയോഗിച്ചാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഭയങ്കര എനർജി അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? ഭാവിയിൽ നമുക്ക് നല്ല രീതിയിൽ കുറെ കാര്യങ്ങളൊക്കെ ഇൻവെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന എനർജി സോഴ്സ് ആണെന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫിഷൻ വഴി ഉണ്ടാവുന്ന ന്യൂക്ലിയർ പവർ സ്റ്റേഷനിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇനി പഠിക്കാൻ പോണ കാര്യം എന്ന് വെച്ചാൽ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി. പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവരും പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവരും, നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ്. അപ്പൊ ആ പേര് പോലെ തന്നെ സിമ്പിൾ ടോപ്പിക് ആണ്. റിന്യൂവബിൾ എന്ന് പറഞ്ഞാൽ വീണ്ടും 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 നമുക്ക് എന്ത് ചെയ്യാം? റീയൂസ് ചെയ്യാൻ പറ്റുന്ന എനർജി സോഴ്സുകളെയാണ് എന്ത് പറയണത്? റീന്യൂവബിൾ എനർജി സോഴ്സുകൾ എന്ന് പറയണത്. എക്സാമ്പിൾ സൺലൈറ്റ് നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാം. വിൻഡ് എനർജി, റെയിൻ, ഹൈ ടൈഡ്, ലോ ടൈഡ്, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും 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 ഉപയോഗിക്കാൻ പറ്റുന്നവരെയാണ് എന്ത് പറയണത്? റീന്യൂവബിൾ എനർജി സോഴ്സ്. എങ്കിൽ വീണ്ടും ഉപയോഗിക്കാൻ പറ്റാതെ വൺ ടൈം യൂസ്, വേസ്റ്റേജ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടില്ല, അങ്ങനെയുള്ളവരാണ് പെട്രോളിയം, ഫോസിൽ ഫ്യൂവൽ, കോള്, നാച്ചുറൽ ഗ്യാസ്, ന്യൂക്ലിയർ എനർജി ആർ നോൺ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി. ശ്രദ്ധിച്ചോ, ഈ റിന്യൂവബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊല്യൂഷൻ അധികം കുറവായിരിക്കും. നമുക്ക് എന്ത് ചെയ്യാം? കാരണം നേച്ചറിൽ നിന്ന് കിട്ടുന്ന ആൾക്കാരാണെങ്കിൽ വീണ്ടും വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇവരധികം എന്ത് ചെയ്യില്ല? അറ്റ്മോസ്ഫിയറിനെ എന്ത് ചെയ്യില്ല? പൊല്യൂഷൻ ചെയ്യില്ല. പക്ഷെ നോൺ റിന്യൂവബിൾ അങ്ങനെയല്ല. ഒരുപാട് പൊല്യൂഷൻ ഉണ്ടാക്കാനുള്ള ഒരു കാരണം ആരുണ്ടാക്കുന്നുണ്ട്? നമ്മുടെ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിലെ ലാസ്റ്റ് മക്കളെ ഈ ടോപ്പിക് എന്തായാലും പഠിച്ചു വെച്ചോളണം കേട്ടോ. അതായത് ഗ്രീൻ എനർജി എന്താണെന്നും ബ്രൗൺ എനർജി എന്താണെന്നും. അപ്പൊ ഗ്രീൻ എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി എനർജി പ്രൊഡ്യൂസ്ഡ് ഫ്രം ദി നാച്ചുറൽ സോഴ്സ് വിച്ച് ഡസ് നോട്ട് കോസ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ. അപ്പൊ നാം പറഞ്ഞ പോലെ തന്നെ റിന്യൂവബിൾ ആണ് മെയിൻ ആയിട്ട് ഗ്രീൻ എനർജിയിൽ വരുന്നത്. വീണ്ടും വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നവര്. അവര് എന്താ? അറ്റ്മോസ്ഫിയറിന് ഒരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് എക്സാമ്പിൾ നോക്കി വെച്ചോളണം. കുറച്ച് എക്സാമ്പിൾ പഠിച്ചു വെച്ചാൽ നല്ലതായിരിക്കും. വിൻഡ് എനർജി, സോളർ എനർജി, എനർജി ഫ്രം ദ വേവ്, ടൈഡല്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ, ഇതെല്ലാം എന്തിന്റെയാണ്? എക്സാമ്പിൾസ് ആണ്, ഗ്രീൻ എനർജി. അപ്പൊ ചോദ്യം വന്നത് എങ്ങനെയായിരിക്കും? ഒരു പ്രാവശ്യം ചോദിച്ചു ഇങ്ങനെയാണ്, കുറച്ച് എനർജി കോമിട്ട് വരും. ക്ലാസിഫൈ ദം ഇൻടു ഗ്രീൻ എനർജിയും ബ്രൗൺ എനർജിയും. ഹരിതോർജവും ബ്രൗൺ ഊർജവും എന്താണ് ക്ലാസിഫൈ ചെയ്യാൻ ചോദിക്കും. ഓക്കെ അല്ലെ? അപ്പൊ പൊല്യൂഷൻ ഉണ്ടാക്കാത്തവരാണ് എന്ത് പറയണത്? ഗ്രീൻ എനർജി, ഹരിതോർജം എന്ന് പറയണത്. എക്സാമ്പിൾസ് നോക്കി വെച്ചോളാം. പിന്നെ പറയണത് എന്താണ്? ബ്രൗൺ എനർജി. ബ്രൗൺ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ റിന്യൂവബിൾ ആണ്, വീണ്ടും ഉപയോഗിക്കാൻ പറ്റാത്തവരാണ്, പൊല്യൂഷൻ ഉണ്ടാക്കുന്നവരാണ്. എക്സാമ്പിൾ എന്താണ്? ന്യൂക്ലിയർ എനർജി, പെട്രോളിയം, കോള്, ഡീസല്, തെർമല്. എക്സാമ്പിൾ നോക്കി വെച്ചോളാം.
മറന്നു പോകരുത്. അപ്പൊ പൊല്യൂഷൻ ഉണ്ടാക്കുന്നവർ നമുക്ക് എന്തായിട്ട് പറയാം? യെസ്, ബ്രൗൺ എനർജിയിൽ ക്ലാസിഫൈ ചെയ്യാം. അപ്പൊ ബ്രൗൺ എനർജി എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് നോൺ റിന്യൂവബിൾ, പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവരാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഗ്രീനോ? പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവരും പൊല്യൂഷൻ ഉണ്ടാക്കാത്തവരുമാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രീൻ എനർജിയിൽ കൂട്ടുന്നത്. ഓക്കെ, യെസ്. ലാസ്റ്റ് ടോപ്പിക് ആണ് എനർജി ക്രൈസിസ്. നിങ്ങളുടെ സെന്റൻസുകൾക്ക് ഏതൊരു ചാപ്റ്ററിന്റെ ലാസ്റ്റ്, ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ച പോലെ തേർഡ് ചാപ്റ്റർ പഠിച്ച പോലെ ഇലക്ട്രിക് ഷോക്ക് അടിച്ചാലുള്ള പ്രിക്കോഷൻസ് എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന സെന്റൻസിൽ എഴുതാവുന്ന ഒരു ലാസ്റ്റ് ടോപ്പിക്കാണ് എനർജി ക്രൈസിസ്. എന്തെല്ലാം മാറ്റാം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ചെയ്യാം, എന്താണ് കാരണം എന്നുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇറ്റ് ഇസ് ഇൻക്രീസിങ് ദ ഡിമാൻഡ് ഓഫ് എനർജി, പക്ഷെ ഡിക്രീസിങ് ഇൻ അവൈലബിലിറ്റി. അതായത് ഡിമാൻഡ് ഉണ്ട് പക്ഷെ ഉണ്ടാക്കാനുള്ള എനർജി ഇല്ല. അതാണ് എനർജി ക്രൈസിസ്. റീസൺ എന്തായിരിക്കും? ഗ്രോത്ത് ഓഫ് ഇൻഡസ്ട്രി കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധനം വേണം, പക്ഷെ സാധനം കിട്ടാനായിട്ടില്ല. പിന്നെ അർബൻ ഡെവലപ്മെന്റ്, പിന്നെ മെക്കനൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, നാച്ചുറൽ കലാമിറ്റി വന്നു കഴിഞ്ഞാൽ എല്ലാം പോയി. ഡെവലപ്മെന്റ് ഇൻ സയൻസ്, ഇതെല്ലാം എനർജി ക്രൈസിസിന് കാരണങ്ങളാണ്. അപ്പൊ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ എനർജി ക്രൈസിസ് കുറയ്ക്കാം. യെസ്, എന്താണ്? നമ്മൾ കൂടുതലും പ്രൈവറ്റ് ആയിട്ട് നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ വണ്ടി തന്നെ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ കൂടുതൽ നമ്മൾ എന്താ പറയുക, പൊല്യൂഷൻ കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ഭാവിയിലെ എനർജി ക്രൈസിസ് കുറയ്ക്കാനായിട്ട് പബ്ലിക് എന്ത് ചെയ്യുക? ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുക. ഇനി ദ കൺസ്ട്രക്ഷൻ ആൻഡ് റിനോവേഷൻ ഓഫ് ന്യൂ റോഡ്സ്, കൂടുതൽ സയന്റിഫിക് വേയിൽ നമ്മൾ എന്ത് ചെയ്യുക? യെസ്, യൂസ് ചെയ്യാൻ പഠിക്കുക. ഇനി റെഗുലേറ്റഡ് സ്ട്രീറ്റ് ലൈറ്റ് യൂസിങ് ലൈറ്റ് ഡിപ്പെൻഡന്റ് റെസിസ്റ്റർ, അതായത് വെറുതെ രാത്രി ആയാലും രാത്രി ഓണാക്കി വെച്ച ലൈറ്റ് ആയിരിക്കും നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റിൽ. ചിലപ്പോൾ രാവിലെയും വെറുതെ എന്ത് ചെയ്യാം? ഓണാക്കി ഇടാം. അപ്പോൾ ചിലപ്പോൾ അത് ഓഫ് ആക്കുന്ന ആളില്ലാത്തതായിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യാം? ലൈറ്റിനെ സെൻസ് ചെയ്ത് അത് ഓഫായി പോകും. രാത്രിയാണെങ്കിൽ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഓണായി വരികയും ചെയ്യും. അങ്ങനത്തെ സാധനങ്ങൾ സയന്റിഫിക് മെത്തേഡുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വിധത്തിൽ എനർജി ക്രൈസിസ് കുറയ്ക്കാം. പിന്നെ റിപ്പയർ മെഷീൻ ഇൻ ടൈം, അതായത് എപ്പോഴും കറക്റ്റായിട്ട് സർവീസ് ചെയ്യുക. സർവീസ് കോസ്റ്റ് ഇതാണെങ്കിൽ നമ്മൾ നോക്കിയിട്ട് നമ്മൾ സർവീസ് ചെയ്തില്ല എങ്കിൽ കൂടുതൽ ഭാവിയിൽ എന്ത് ചെയ്യാം? എനർജി വേസ്റ്റേജ് ആയിരിക്കും, ഫ്യൂവൽ വേസ്റ്റേജ് ആയിരിക്കും. പിന്നെ ലിമിറ്റ് ദ സൈസ് ഓഫ് ന്യൂലി കൺസ്ട്രക്റ്റഡ് ഹൗസുകൾ. ഹൗസ് വേണം, പിന്നെ വെറുതെ ഇങ്ങനെ തോന്നിയ പോലെ കൺസിഡർ ചെയ്യാണ്ട് ഹൗസുകൾ എന്ത് ചെയ്യുക? കൺസിഡർ ചെയ്തോ, പക്ഷെ കൺസിഡർ ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? വീടുകളിൽ ഉപയോഗിക്കുന്ന എനർജികൾ കുറയ്ക്കാൻ ഉദ്ദേശിക്കണേ. അപ്പൊ ഈ പുതിയ മെത്തേഡുകൾ നമ്മൾ എന്ത് ചെയ്യുക? വീടുകൾ നമ്മൾ എന്ത് ചെയ്യുക? മാക്സിമം സൺലൈറ്റ് എൻ്റർ ചെയ്യുന്ന രീതിയിൽ കൺസ്ട്രക്ഷൻ നോക്കുക. അങ്ങനത്തുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? പക്കയായിട്ട് യൂസ് ചെയ്യാൻ പഠിക്കുക. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് എനർജി ക്രൈസിസ് എന്ന് പറയുന്നത്. അപ്പൊ മക്കളെ, എക്സാം പോയിന്റ് ഓഫ് വ്യൂല് എന്തെല്ലാം കാര്യങ്ങൾ വരുന്നുണ്ടോ അതെല്ലാം നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മാർക്ക് ചെറുതാണെങ്കിലും ആള് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? സെറ്റായിട്ട് ഇരിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട്. ബാക്കിയുള്ളത് എന്ത് ചെയ്യുക? ന്യൂട്ടൺസിനെ ഫോളോ ചെയ്യുക. ഞങ്ങൾ കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ മക്കളെ, ബൈ. വേറൊരു ചാപ്റ്റർ അല്ലെങ്കിൽ റിവിഷനുമായിട്ട് എന്ത് ചെയ്യുക? വീണ്ടും കാണാം നമുക്ക്. ഓക്കെ, ബൈ.